മസ്റ്റ് വാച്ച് പോയി കാണുന്ന തിയേറ്ററിൽ അടുക്കേറിക്കാണ് തുടക്കം തൊട്ട് അവസാനം വരെ. ഇങ്ങനെ നിൽക്കാം. മലയാളത്തിലൊരു പടം എല്ലായിരിക്കും ആക്ഷൻ പറയല്ല ബ്രോ. അയ്യോ ആക്ഷന്റെ സാറ് ഇവിടെ ഉണ്ട് എന്നുവെച്ചാൽ നെക്സ്റ്റ് ലെവൽ. ക്യാമറ ആണെങ്കിലും എല്ലാം എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു പടം ഇല്ല. ഇതൊരു വൻ സാധനം. നെക്സ്റ്റ് ലെവൽ പൊളി. കണ്ടോക്ക്. വേറെ ഒന്നുമില്ല. ഇനി പോയി ചെന്ന് കണ്ടോക്ക്. മനസ്സിലാവും. സിനിമ തുടക്കം മുതൽ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുന്നത്. അവസാനം വരുമ്പോൾ നമുക്ക് സിനിമ തീരില്ലെന്ന് തോന്നി പോകണം. അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി സൗണ്ടും ആക്ഷനും എല്ലാം കൂടി സൂപ്പറായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് ആയിരുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. ഒരു ആക്ടിംഗ് ഒന്നും ഒരിക്കലും തോന്നൂലായിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ മമ്മൂട്ടി എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര രോമാഞ്ചം വരുന്ന ഒരു രീതിയിലുള്ള ഒരു എൻട്രൻസ് ഒക്കെ ആയിരുന്നു. അടിപൊളി സൂപ്പർ ഹിറ്റ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണോ? അടിപൊളി സിനിമയാണ്. കണ്ടുപോകണം. അടിപൊളി പടം. എന്തായാലും പോയി കാണണ്ടേ. അടിപൊളിയല്ലേ? സിനിമ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെടാതെ നമ്മുടെ കോസ്റ്റ്യൂം റെസ്ലിംഗ് കണ്ടിട്ടില്ലേ? അത് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നേക്കണേ. പിന്നെ വാൾട്ടറിന്റെ എൻട്രി മസ്റ്റ് വാച്ച്. വാൾട്ടർ ആരാണ് എന്താണെന്ന് ലാസ്റ്റാണ് അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. ഒന്നും പറയണ്ട. എല്ലാം ഉണ്ട്. ഫാമിലി മൂവിയാണ്. ആക്ഷനും ഉണ്ട്, സ്റ്റോറി ലൈനും ഉണ്ട്, പുതിയ താരങ്ങളുണ്ട്, പഴയ താരങ്ങളുണ്ട്. എല്ലാവരും കൂടി അവരതിനു വേണ്ടിയുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട്. അവരുടെ ബോഡിയിൽ ഒരു ആക്ഷനിലും മൂവിലും കാണാം. പിന്നെ കനകൃഷ്ണൻ സാറിന് അതുകൊണ്ട് മിസ്സാക്കരുത്. പടം തിയേറ്ററിൽ തന്നെ കാണും. പിന്നല്ല നമ്മുടെ വോൾട്ടർ പറഞ്ഞ കേട്ടില്ലേ, ഒരു തരത്തിൽ പോയി കളിക്കാൻ വേണ്ടി അതിൽ കൂടുതൽ എന്ത് കൊച്ചി. അതുപോലെ തന്നെ ഒരു എല്ലാ കാര്യങ്ങളും എല്ലാവരും ആക്ഷനും എല്ലാവരും ചെയ്തേക്കുന്ന എഫേർട്ടെല്ലാം അതിനകത്ത് പുറത്തു വന്നിട്ടുണ്ട്. കൊച്ചിയുടെ ആയിട്ടുള്ള അതുപോലെ തന്നെ ആനന്ദേട്ടൻ്റെ ഫ്രെയിംസും എല്ലാം കൂടി ചേർത്തിട്ട് ഇത് നമ്മുടെ അദ്വൈത്തിൻ്റെ ഡയറക്ഷൻ പിന്നെ സലൂമിൻ്റെ സ്റ്റോറിയും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു എല്ലാം സൂപ്പറാണ്. അനിയന്റെ ഒരു സ്വപ്നമല്ലേ, സ്വപ്നം അച്ചീവ് ചെയ്തതിൽ സന്തോഷം. ഞാൻ ചേട്ടൻ അമ്രീനി പ്രൗഡത്ത്. സിനിമ എല്ലാം കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് പ്യൂർ എന്റർടൈനറാണ്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. സ്റ്റോറി ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കുഴപ്പമില്ല. മമ്മൂട്ടിക്ക് കുഴപ്പമില്ല. നല്ലായിരുന്നു. ടോട്ടലി നല്ല പടം. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇത് കണ്ടപ്പോഴേ ചെറുപ്പക്കാരനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തൃശ്ശൂരിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുമ്പോൾ എല്ലാവരും കാണാനായിരിക്കും. എന്തായാലും നാട്ടിൽ അവസാനം നമുക്ക് വന്നില്ല. നമുക്ക് വന്നിട്ട് സിനിമ എന്താ പറയാ ഉയർന്നു. ഈ പറയണ്ട നന്നായിട്ടില്ല. ചേട്ടന് ഇഷ്ടപ്പെട്ടോ? ചേട്ടന് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞാൻ ഇഷ്ടപ്പെടണേ പറയോ. എനിക്ക് നമ്മൾ പറഞ്ഞാൽ ഞാൻ 65 വയസ്സുകാരാണ്. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ പോലെ. കാരണം ഇത് സ്റ്റണ്ട് ബ്യൂട്ടി എല്ലാം കൊണ്ടും ഒരു ചെറുപ്പക്കാരന് കാണാൻ പറ്റില്ല. ചെറുപ്പക്കാരൻ നന്നായിട്ട് കാണുന്നു. വൈദ്യന്മാർക്ക് ഇഷ്ടം. കാരണം കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം. എല്ലാം കൊണ്ടും നിങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. തകർത്തു. ഒരു സെൽഫി പറയാനുണ്ട്. മമ്മൂട്ടിയുടെ മാസ് എൻട്രിയാണ്. ക്യാമിയോ പെർഫോമൻസ് അടിപൊളിയാണ്. മേക്കിംഗ് ഉഗ്രനാണ്. ഒരു ലാഗ് അതൊന്നും ഒക്കെ എൻ്റർടൈനറാണ്. ഒരു ഇതിനെ കാണാത്ത കൂടുതലാണ്. എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈനർ.
ചെയ്യാനുള്ള ചെയ്തിട്ടില്ല. എല്ലാം കൊണ്ടും ഇത് നല്ല ഉഗ്രം പടം. 2026 ആയിട്ട് മുന്നോട്ട് പറയാം. മുന്നോട്ട് പറയാം. ഫാമിലി കാണുന്നില്ല. എല്ലാം അങ്ങനെ വൾഗായിട്ടൊന്നുമില്ല. വയലൻസ് ഉണ്ടെങ്കിലും അത് ആക്ഷൻ കോമഡി പടം.